ലോകത്തൊരു കാലത്ത് ഏറ്റവും വലിയ ക്രൂരതകൾ നടന്നിരുന്ന സ്ഥലമാണ് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ്. 10 ലക്ഷത്തിലധികം വരുന്ന ജൂതന്മാരെയും പോളിഷ് റൊമാനിഷ് ആളുകളെയൊക്കെ നാസിപ്പട കൊന്ന ദുരന്ത സ്ഥലം. ലോകത്തിലെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഇന്നത്തെ നമ്മുടെ യാത്ര ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ടാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്, പാസ്പോർട്ടൊക്കെ കാണിക്കണം. ക്യാമ്പിലോട്ട് കയറുന്ന ഒരു ടണലിൽ കൂടിയാണ്, കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഒരു പാക്കേജ് ടൂറാണ് ഞങ്ങൾ എടുത്തത്. ക്രാക്കോവിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്നത്. 3 മില്യണിലധികം ആൾക്കാർ ഇവിടെ കൊല്ലപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. ആദ്യമേ ജർമ്മൻകാർ ഇവിടെ വന്നിട്ട് പോളണ്ടിനെ കീഴടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ രാജ്യങ്ങളിൽ നിന്ന് ജൂതന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. നമ്മൾ കുറച്ചങ്ങ് നടന്ന് ചെല്ലുമ്പം ആർബൈറ്റ് മാർക്ട് ഫ്രൈ എന്ന് പറയുന്നൊരു ഗേറ്റാണ്. എന്ന് വെച്ചാൽ ജോലി നമ്മളെ സ്വതന്ത്രനാക്കുന്നു. ഈ ക്യാമ്പിൻ്റെ 4 വശത്തും ഇലക്ട്രിക് ഫെൻസിങ് ആണ്. 700 വാൾട്ട് 24 മണിക്കൂറും പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ആരും രക്ഷപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇതിവിടെ സ്ഥാപിച്ചത്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ കാണാനാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബ്ലോക്ക് 4ലാണ്. ഈ ക്യാമ്പിൽ എത്ര പേരുണ്ടായിരുന്നു? അവരെ എവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവന്നത്? അവിടെ വന്നിറങ്ങിയവരുടെ നിഷ്കളങ്കമായ ഫോട്ടോസ് നമുക്ക് ഈ ബ്ലോക്കിൽ കാണാം. സൈക്ലോൺ ബി എന്ന് പറയുന്ന മാരക വിഷം അത് കൊണ്ടുവന്ന ടിന്നും ഇവിടെയുണ്ട്. ഇതാണ് ബ്ലോക്ക് 5. ഇവിടെ മരിച്ച ആൾക്കാരുടെ സാധനങ്ങളാണ് ഈ ബ്ലോക്കിൽ. ഷൂസ്, സൂട്ട് കേസ്, ഡ്രസ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പിള്ളേരായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും നല്ല സങ്കടം വന്നു. ബ്ലോക്ക് 7 തടവുകാർ താമസിച്ചിരുന്ന മുറികളും ടോയ്ലറ്റുകളും അവർ കിടന്നിരുന്ന ബങ്കർ പെട്ടികളുമാണ് ഈ ബ്ലോക്കിലുള്ളത്. ഈ ബ്ലോക്കിൽ 700 തൊട്ട് 1000 പേര് വരെ താമസിച്ചിരുന്നു. ഇവിടെയാണ് ആദ്യമായിട്ട് സൈക്ലോൺ ബി എന്ന് പറയുന്ന മാരക വിഷം ഉപയോഗിച്ച ആൾക്കാരെ കൂട്ടക്കൊല നടത്തിയത്. ഈ ബ്ലോക്കിന്റെ പുറത്തോട്ട് നമ്മൾ ഇറങ്ങുന്നത് ഗൺ പോയിന്റിൽ തടവുകാരെ വധിച്ചിരുന്ന സ്ഥലത്തോട്ടാണ്. ഈ വാളിനോട് ചേർത്ത് നിർത്തിയിട്ടാണ് ആൾക്കാരെ ഷൂട്ട് ചെയ്ത് കൊന്നിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഗ്യാസ് ചേംബറിലോട്ടാണ്. ഇവിടെയാണ് സൈക്ലോൺ ബി എന്ന വിഷം ഉപയോഗിച്ച് ആൾക്കാരെ കൊന്നിരുന്നത്. കുളിക്കാനാന്ന് പറഞ്ഞ് തടവുകാരെ ഈ മുറിയിലോട്ട് കൊണ്ടുവരും. അകത്ത് കയറി കഴിയുമ്പോൾ ദ്വാരങ്ങളിൽ നിന്ന് സൈക്ലോൺ ബി എന്ന വിഷം തുറന്നു വിടും. നിമിഷങ്ങൾക്കകം അവരുടെ മരിച്ചു വരും. ഇവരുടെ ബോഡി എടുക്കാൻ വരേണ്ടത് മറ്റേ തടവുകാരാണ്. ഇത് മാത്രമല്ല, അവരിവിടെ എക്സ്പെരിമെൻറ്റുകളും ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ, രോഗമുള്ള ഒരാളുടെ ബ്ലഡ് എടുത്തിട്ട് രോഗമില്ലാത്ത ഒരാളുടെ ദേഹത്ത് കുത്തിവെക്കുക. പിന്നെ ഇവർ ട്വിൻസിനെ വെച്ചും എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നു. ഏകദേശം 3000-ലധികം ട്വിൻസാണ് ഇവിടെ മരിച്ചത്. ഇവിടെ ഒത്തിരി കെട്ടിടങ്ങളുണ്ടെങ്കിലും എല്ലാം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നമ്മളെല്ലാം കണ്ടു തീർന്നു. ഇനി നമ്മൾ ഔഷ്വിറ്റ്സ് ബിർക്കനൌവിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് 10 മിനിറ്റ്സ് ഉണ്ട് അങ്ങോട്ട്. ഷട്ടിൽ ബസ് കിട്ടും, പക്ഷെ നമ്മൾ കാറിനാണ് വന്നത്. അങ്ങോട്ട് നമ്മൾ കാറിനാണ് പോകുന്നത്. ഈ റെയിൽവേ ട്രാക്കിൽ കൂടെയാണ് യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് കൊണ്ടുവന്നത്. ഇതുപോലത്തെ ട്രെയിനുകൾ ആൾക്കാരെ കുത്തി നിറച്ചാണ് കൊണ്ടുവന്നത്. ചില ആൾക്കാർ ഇറങ്ങുമ്പോൾ തന്നെ മരിച്ചിരിക്കും, അവർക്ക് ശ്വാസമൊന്നും കിട്ടാതെ. അവരിറങ്ങി കഴിയുമ്പോൾ തന്നെ അവരെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. പണി ചെയ്യാൻ പറ്റാത്തവരെ, പിള്ളേരെ, വയസ്സായവരെ എല്ലാം അവരപ്പം തന്നെ ഗ്യാസ് ചാമ്പറിൽ കൊണ്ടുപോയിട്ട് കൊല്ലും. ബാക്കിയുള്ളവരെ അവർ പണിയെടുപ്പിക്കും. ഇവിടെ 174 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. ഓരോ ബ്ലോക്കിലും 500 തൊട്ട് 700 വരെ ആളുകളെ താമസിപ്പിച്ചിരുന്നു. ഗ്യാസ് ചാമ്പറിൽ കൂടെ മാത്രമല്ല ആൾക്കാർ ഇവിടെ മരിച്ചിരുന്നത്. ജോലി ചെയ്തും പട്ടിണി കിടന്നും രോഗങ്ങൾ വന്നും എക്സ്പെരിമെൻറ്റിന് ഉപയോഗിച്ചൊക്കെയാണ് ആൾക്കാർ ഇവിടെ മരിച്ചിരുന്നത്. ക്യാമ്പിലെ ചില കെട്ടിടങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടെന്ന് നാസികൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ഈ കെട്ടിടങ്ങളെല്ലാം നശിപ്പിച്ചു. ഗ്യാസ് ചാമ്പറും റെക്കോർഡ്സും അവർ നശിപ്പിച്ചതിൽ പെടും. ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണേണ്ട സ്ഥലമാണിത്.
ഒരു വിഷമത്തോടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. മാളമീനു വ്ളോഗ്സ് സൈനിങ് ഔട്ട്.